താല്പര്യം ഷിംജിതയുടെ കേസ് വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം വൈറലാവാനായിട്ടാണെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവളുടെ പുറകെ പോവുക. അപ്പൊ അപ്പുറത്ത് മരിച്ചവനെ കുറിച്ച് ഒരു ഇതില്ല. സത്യം പറഞ്ഞാൽ ഒരു മൂക്കൂത്തി വിട്ട് ഒരു മൂക്ക് കണ്ണാടിയും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവളൊക്കെ എന്തോ വലിയ സംഭവമായെന്നുള്ള ഭാവമാണ് ഇവക്കെന്നല്ല മൊത്തത്തിലുള്ള ഫെമിനിസ്റ്റുമാർക്കെല്ലാം ഉള്ള ധാരണ. സത്യം പറഞ്ഞാൽ നാടിനും വീടിനും വീട്ടുകാർക്കും ഒന്നും വേണ്ടാത്തുള്ളമാരല്ലേ ഇവളെയൊക്കെ ആരാണ് സ്വീകരിക്കുന്നത്? ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് സമൂഹത്തിൽ കുത്തിത്തിരിപ്പും കാര്യങ്ങളും ഉണ്ടാക്കാൻ വരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയ വന്നപ്പോഴത്തേക്ക്, ഇപ്പൊ ദീപകിന്റെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഈ സംഭവം കടന്ന് കറങ്ങിയത് കൊണ്ട് മാത്രമാണ്, അല്ലെ ഒത്തിരി പേര് ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് മാത്രമാണ് എന്താ പറയാ ഈ ഒരു സംഭവം പൊങ്ങി വന്ന് പോലീസാണെങ്കിലും ഷിംജിത എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ കേസെടുക്കാനും കാര്യങ്ങൾക്കും ഒക്കെ പോയത് സോഷ്യൽ മീഡിയയുടെ പവർ കൊണ്ട് തന്നെയാണ്. അപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് തീർക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് റീച്ച് ഉണ്ടാക്കി ഒരു നാണം കൊട്ട രീതിയിലാണ് പോകുന്നത്. അതായത് ചെറിയ രീതിയിൽ ഒതുങ്ങി പോകേണ്ട കാര്യങ്ങൾ പോലും വലുതാക്കി പിടിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ പോകുന്നത്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഈ ഫെമിനിസ്റ്റുകളാണ്. ചെറിയൊരു വിഷയം വലുതാക്കി സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതിൽ ഇവർക്കുള്ളൊരു പങ്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് വലുതാണ്. അതിനേക്കാളും പങ്കുവഹിക്കുന്ന ഇത് കാണുന്നവരും ലൈക്ക് ആണെങ്കിലും കമന്റ് ആണെങ്കിലും പറയുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിലും സപ്പോർട്ട് ചെയ്ത ഊളകളെയാണ് അതിൽ കൂടുതൽ പറയാനുള്ളത്. നിങ്ങളൊക്കെ തന്നെ ആലോചിച്ച് നോക്ക്, നിങ്ങളെ പോലുള്ളവരല്ലേ ഇങ്ങനെയുള്ള സത്യം പറഞ്ഞ സോഷ്യൽ വിപത്തുകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? അതൊന്ന് ആലോചിച്ച് നോക്ക്. അതുപോലെ ഇപ്പൊ ഈ രാഹുൽ ഈശ്വർ വന്നിരുന്ന സമയത്ത് ഈ പറയുന്നതിന്റെ അകത്ത് ഇപ്പൊ രാഹുൽ ഈശ്വറിനെ ഒന്നും നേരത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയല്ല, പക്ഷെ രാഹുൽ ഈശ്വർ പറയുന്ന കണക്ക് ഒരു മെൻസ് കമ്മീഷന്റെ ആവശ്യകത എന്താണ് എന്ന് പോലും ഇപ്പൊ ചിന്തിച്ചു പോകേണ്ട സാഹചര്യം നമ്മുടെ ഈ പ്രസക്തമായ ഈ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇനി നമ്മൾ ഈ ഷിംജിതയുടെ പുറകെ പോയി ഷിംജിതയുടെ വിഷയങ്ങൾ സംസാരിക്കാതെ നാളെ മറ്റൊരു വേറെ ഷിംജിതമാർ ഉണ്ടാവാതിരിക്കാനും വേറൊരു ദീപക് ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്, അല്ലെ? നമുക്കിവിടെ വേണ്ടത് സൊല്യൂഷനാണ്, അല്ലാതെ ഈ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇതിനെന്താണെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരമാണ് വേണ്ടത്, അതുപോലെ തന്നെ സപ്പോർട്ടുമാണ് വേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാതെ ഇനി അതിന്റെ പുറകെ പോയിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഷിംജിതയുടെ കാര്യത്തിൽ രക്ഷപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഉന്നതർക്ക് സപ്പോർട്ടുള്ള ഒരു സ്ത്രീയാണ്, ക്യാഷും ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളല്ല ഈ പറയുന്ന അറസ്റ്റ് പോലും അവളുടെ അഡ്വക്കേറ്റിന്റെ ഉപദേശപ്രകാരമായിരിക്കും ആയിരിക്കുന്നത്, ജാമ്യം കിട്ടും എന്നുള്ള രീതിയിൽ. എവിടെയൊക്കെ ഇപ്പൊ പാളിപ്പോയതിന്റെ പുറത്താണ് ഇപ്പം സത്യം പറഞ്ഞ റിമാൻഡിൽ വരെ പോയത്. അപ്പൊ ഈ 24 ആണെന്നുണ്ടെങ്കിലും ഈ കാണിക്കുന്ന കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.